प्यारे बच्चों नमस्ते। पिछले क्लास में हमने पुस्तकें नामक पाठ पढ़ा था। आज हम उसके अगले भाग देखेंगे। टेक योर टेक्स्ट बुक पेज नंबर 67। എല്ലാവരും മീനിങ്സ് ഒക്കെ നോട്ടിലേക്ക് എഴുതിയില്ലേ, പഠിച്ചില്ലേ? ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. നോട്ടിലേക്ക് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് മിസ് വായിച്ചു തരാം കേട്ടോ. प्रश्नों के उत्तर लिखिए. फर्स्ट वन, पुस्तकें किनके साधन है? पुस्तकें किनके साधन है? पुस्तकें हमारा ज्ञान बढ़ाती है. ये संसार के सोच विचार का फल आगे बढ़ाने और ऊपर उड़ाने के साधन है. अल्ले मिस टेक्स्റ്റിൽ വായിച്ചു തന്നിരുന്നു അല്ലേ, എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് ആ വേർഡ്സ് കാണുന്നതൊക്കെ അടയാളപ്പെടുത്തി വെക്കാം. അഗർ ആജ് ഷേക്സ്പിയർ ജിന്ദാ ഹോ ജായേ തോ ക്യാ ഹോഗാ? അപ്പോൾ ആ ഒരു ഭാഗം മിസ് വായിച്ചു തന്നിരുന്നു അല്ലേ, ഷേക്സ്പിയറിൻ്റെ. അഗർ ആജ് ഷേക്സ്പിയർ ജിന്ദാ ഹോ ജായേ തോ സാരി दुनिया में खुशियाम की लहर छा जाए. अमेरिका, जर्मनी, फ्रांस, इटली और रूस के बड़े बड़े लोग शेक्सपियर के दर्शन करने के लिए एक दूसरे को धक्का देते हुए नजर आएंगे अല്ലേ. ഷേക്സ്പിയർ ജീവനോടെ വന്നു എന്ന് പറഞ്ഞാൽ ആ നഗരം മുഴുവനും ആളുകൾ തിക്കി തിരക്കി മറ്റുള്ളവരെ തള്ളി മാറ്റിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഓടിക്കൂടും. साइंस ने हम पर कौन कौन से उपकार किए हैं? साइंस ने हम पर बहुत सारे उपकार किए हैं. बिजली, पानी आदि के अलावा उसने सबसे बड़ा उपकार किया है. സയൻസ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ लेखकों को अमर बनाने का पुस्तकों की कीमत इतनी घटा दी है कि शेक्सपियर, इब्सन, गेटे, एडिसन, कालिदास, बिहारी लाल, तुलसीदास, कबीरदास आदि की किताबें जो चाहे खरीद ले. जब चाहे उनकी लिखी हुई सदाबहार बातें पढ़ कर खुश हो ले. पुस्तकें केवल मन बहलाव की चीज़ क्यों नहीं है? पुस्तकें केवल मन बहलाव का साधन नहीं है. वे हमें देखने के लिए आंखें और सुनने के लिए कान देने वाले ज्ञान के स्रोत है. पुस्तकें हमें बताती है कि दुनिया पहले किस अंधेरे में सोती थी और किस धरती पर रेंगती थी. किस तरह वह जीवन की रोशनी की तरह बढ़ी, किस तरह मनुष्य प्रगति की ताकत के साथ लड़ा, किस तरह सदियों की लड़ाई के बाद सफल हुआ. पुस्तकें हमें बताती है कि देश कैसे ऊंचे उड़ते हैं, कैसे धराशायी हो जाते हैं, नेता किस तरह लोगों के अपने पीछे चलाते हैं और किस तरह लोग उन्हीं नेताओं के हाथ मारे जाते हैं. इस വായിച്ചിരുന്നില്ല പാരഗ്രാഫ്, അത് നോക്കാം, വായിച്ചു നോക്കാം. നെക്സ്റ്റ്, लेखक के स्वर्ग में कैसी पुस्तकें होनी चाहिए? ലേഖകൻ അല്ലേ സ്വർഗത്തിൽ എങ്ങനെയുള്ള പുസ്തകങ്ങളാണ് ആവശ്യപ്പെടുന്നത്? लेखक के स्वर्ग में ऐसी पुस्तकें होनी चाहिए जो सचमुच पुस्तकें हो അല്ലേ, സത്യത്തിൽ അതൊരു പുസ്തകം തന്നെ. समय नष्ट करने वाली, मन को हिलाने और चलने को गिराने वाली पुस्तकें न हो. नेक्स्ट, रिक्त स्थानों की पूर्ति कीजिए. फर्स्ट वन, പുസ്തകം ഡാഷ് കാ രാസ ദിക്കാനെ വാല ദീപക് ഹെ. എന്തിൻ്റെയാണ്? സഫലത അല്ലേ, സഫലത ആൻസർ. പുസ്തകം കേവൽ ഡാഷ് കി ചീസേ നഹി ഹെ. എന്താണ്? മൻ ബഹലാവ്. സ്വർഗ കാ സ്വരൂപ് ഹർ ധർമ്മ ഓർ ഡാഷ് മേ അലഗ് ഹെ. മസ്ഹബ് അല്ലേ, റിലീജിയൻ. हमारे पूर्वजों के समय पुस्तकें डैश थी, महंगी थी, महंगी. पुस्तकों का चुनाव करते समय हमें बहुत डैश रहना चाहिए, सावधान रहना चाहिए. नेक्स्ट, निम्नलिखित वाक्यों में उचित विराम चिन्ह लगाइए. അത് നിങ്ങൾ
നന്നായിട്ട് വായിച്ചു നോക്കുക. 1 2 3 4 സെൻറ്റൻസ് ഉണ്ട്. അതിൽ ആ ചിഹ്നങ്ങളൊക്കെ ഇട്ടിട്ട് എഴുതാനായിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ നോക്കുക. അത് മിസ്സ് എഴുതിത്തരാം. നിങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് ആദ്യം നോക്കുക. നെക്സ്റ്റ് പ്രേരണാർത്ഥ ക്രിയ. അതിൽ फर्स्ट क्वेश्चन निम्नलिखित क्रियाओं की प्रेरणार्थक क्रियाएं बनाइए. फर्स्ट वन पीना. पीना എന്താണ്? ലിഖ്ന ക്രിയ ലിഖ്വാന അല്ലേ? ലിഖ്ന ലിഖ്വാന. അപ്പോൾ പീന പിൽവാന. പീന പിൽവാന. ദേന ദിൽവാന. ദേന ദിൽവാന. നെക്സ്റ്റ് ബേജ്ന. ബേജ്ന എന്താണ്? ബിജ്വാന. ബേജ്ന ബിജ്വാന. കർണ കർവാന. കർണ എങ്ങനെയാ? കർവാന. ബനന ബൻവാന. ഗേൽന ഖിൽവാന. ഗേൽന ഖിൽവാന. विजातीय शब्द पर गोला लगाइए. सर्किൾ ചെയ്യുക കേട്ടോ. പ്രഥം സ്വയം മധ്യം അന്തിം. അതിൽ സ്വയം അല്ലേ? അതുപോലെ ബലായി ബുരായി മിഠായി അച്ചായി. അപ്പോൾ അവിടെ വരുന്നത് ഏതാ? മിഠായി. പുസ്തകേം കിതാബേം പഠായി മന്ദിർ. ഏതാണ്? മന്ദിർ. കരാന ഭരാന ചരാന ദടുക്കന. ദടുക്കന. രാജ രാജ്കുമാർ ലഡിക്കി റാണി. ഏതാണ് അതിൽ? ലഡിക്കി അല്ലേ? നെക്സ്റ്റ് വാക്യുമേ പ്രयोग कीजिए. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസൊക്കെ നിങ്ങൾ ഉണ്ടാക്കുക. പുസ്തകേ മഷൂർ സ്വർഗ് ജീവൻ തസ്വീർ. പുസ്തകം വെച്ചിട്ടോ बच्चों को पुस्तकें पढ़नी चाहिए. बच्चों को पुस्तकें पढ़नी चाहिए. मशहूर गांधी जी संसार भर में मशहूर थे. स्वर्ग महान लोग मरने के बाद स्वर्ग जाते हैं. जीवन भर अच्छे काम करने चाहिए. तस्वीर मेरी बहन को तस्वीर खींचने का शौक है. ഈ സെൻറ്റൻസ് അല്ലാതെ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ഇഷ്ടമുള്ള സെൻറ്റൻസ് നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. നെക്സ്റ്റ് പേജിൽ क्या आप लाइब्रेरी जाकर किताबें पढ़ते हैं? आपने कौन कौन सी किताबें पढ़ी है? किसी एक किताब के बारे में लिखिए. നിങ്ങൾ ലൈബ്രറിയിൽ പോയിട്ട് നിങ്ങൾ ബുക്കുകൾ വായിക്കാറുണ്ടോ? നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ബുക്കുകളാണ് വായിച്ചിട്ടുള്ളത്? ഏതെങ്കിലും നിങ്ങൾ വായിച്ച ഒരു ബുക്കിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് സെൻറ്റൻസ് അവിടെ എഴുതാം. നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ് അതൊക്കെ. अपने मित्र को उसके जन्मदिवस पर आप कौन सी किताबें भेंट में देना चाहेंगे? നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ ഏത് തരത്തിലുള്ള ബുക്കാണ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? अपनी माँ से इस विषय पर हुआ वार्तालाप लिखिए. നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ അവിടെ എഴുതാം. हिंदी किताबें पढ़ने के बारे में अपने विचार लिखिए. ഹിന്ദി ബുക്കുകൾ വായിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ചിന്ത നിങ്ങളവിടെ എഴുതാം. അപ്പം ഇതിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ മാത്രം നിങ്ങൾ നോട്ടിലേക്ക് എഴുതാം. ബാക്കിയുള്ള ആക്ടിവിറ്റി എല്ലാം ടെക്സ്റ്റിൽ തന്നെ ചെയ്ത് വെക്കാം. നന്നായിട്ട് വായിക്കുക. ഈ ലെസൺ നിങ്ങൾ നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക. ബാക്കിലുള്ള एक्सरसाइज അതെല്ലാം നല്ലോണം നോക്കി വായിച്ച് പഠിക്കുക. आज इतना ही है. अगले क्लास में मिलेंगे. धन्यवाद.